നമ്മുടെ അമ്പലത്തില് ഉത്സവമാണ് കേട്ടോ. ഞങ്ങളേ തിരുവനന്തപുരത്തേക്ക് പോവാണ് കേട്ടോ. ഒരു ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ കടന്ന് മാർത്താണ്ഡം, കന്യാകുമാരി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനാണ് പോണത്. കന്യാകുമാരിയിലല്ല നമ്മൾ പോണത്, കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒരു ചിതറാൾ ജൈന ടെമ്പിൾ ഉണ്ട്, അതിങ്ങനെ നമ്മുടെ ലിസ്റ്റിലുണ്ട്. അപ്പം 11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇപ്പം ഏകദേശം 1:30 നമ്മൾ ആലപ്പുഴ ഫ്ലൈ ഓവർ, ബൈപ്പാസ് ഫ്ലൈ ഓവറിനെ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വന്നൊഴിക്ക് നമ്മൾ ചേർത്തലയിൽ നിന്ന് തട്ടുകടയിൽ നിന്ന് ഒരു ദോശ കഴിച്ചിട്ടോ. അതുകൊണ്ട് ഇപ്പം ആലപ്പുഴ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് മാർത്താണ്ഡത്തേക്കാണ്. മാർത്താണ്ഡം അടുത്താണ് ചിതറാൽ ജൈൻ ടെമ്പിൾ. അത് മാത്രമാണ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള പ്രധാന സ്ഥലങ്ങൾ. പിന്നെ അവിടെ ചെന്നിട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അതെല്ലാം കാണണം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശനി, ഞായറാഴ്ച രാത്രി തിരിച്ചു വരും. അങ്ങനെ പ്ലാൻ ചെയ്തേക്കണേ. കൂടെ ഉള്ളത് സൈമൻ ചേട്ടനുണ്ട്, പിന്നെ ബിബി ഉണ്ട്. ബിബി സൈഡായി ബാക്കിൽ. അപ്പൊ ഇനി പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് വർഷങ്ങള് ഈ പണി മുടങ്ങി കിടന്നതാണ് അല്ലേ. പണ്ട് നമ്മള് ഈ തിരുവനന്തപുരത്ത് മുമ്പ് ഈ ആലപ്പുഴ ടൗൺ അങ്ങോട്ട് കടന്നു കിട്ടാനായിട്ടേ ഒരിക്കലും മറക്കില്ല. ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വഴി കയറി പോകുമ്പോ എന്ത് കഷ്ടപ്പാടായിരുന്നു. ഞാൻ പിന്നെ ഈ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 തവണ ഇതിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ളൂ. നമ്മൾ വണ്ടിയും കൊണ്ട് വന്നിട്ട് 2-3 തവണയാണ് വന്നിട്ടുള്ളൂ ഫ്ലൈ ഓവറിന്റെ പണി. അത് ബൈപ്പാസ് ഓപ്പൺ ആക്കിയതിന് ശേഷം. ഇത് തുടങ്ങിയ സമയത്ത് ആൾക്കാരിങ്ങനെ വണ്ടി നിർത്തിയിട്ടേ ഈ പാലത്തുമ്പോ നിർത്തിയിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ കൂടി റോഡ് ബ്ലോക്കായി തുടങ്ങി കഴിയുമ്പോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റ് നിയമമായി. അതിന്റെ പോലീസ് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനാണ്. അങ്ങനെയായോ നല്ല ഭംഗിയായിട്ട് വ്യൂ ആണ്, കടല് വ്യൂ ആണല്ലോ, നല്ല വ്യൂ ആണല്ലോ. പണ്ട് ചേട്ടാ ആലോചിച്ച് നോക്കി, നമ്മളിതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മള് ആ ബൈപ്പാസിൽ നിന്ന് ഈ പാലം കടക്കാനായിട്ട് കൂടി വന്നൊരു 3 മിനിറ്റ് അത്ര എടുത്തിട്ടുള്ളൂ. പണ്ട് മറ്റേ ടൗണിൽ കൂടെ പോകാനായിട്ട് എത്ര സമയം എടുക്കൂലേ. നമ്മുടെ കുതിരാൻ ടണല് അതൊന്ന് ഓർത്താൽ മതി. കുതിരാൻ ചുരം കയറി ഇറങ്ങി വരുന്നതും ടണല് കടന്ന് വന്നപ്പോ 1 മിനിറ്റ് വേണ്ട ടണല് കടന്നു പോകാനായിട്ട്. 4 മണിക്കൂറൊക്കെ കുതിരാനില് ബ്ലോക്കിൽ കിടന്ന സമയമുണ്ട്. 4 മണിക്കൂറൊക്കെ കിടന്നിട്ടുണ്ട് ഒരിക്കൽ. നമ്മളങ്ങനെ ഓച്ചിറ എത്തിട്ടോ. ഓച്ചിറ ശരിക്കും ഓച്ചിറ എന്ന് പറയുന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ ബോർഡറാണ്. കൊല്ലം ജില്ലയിലാണ് ഓച്ചിറ വരുന്നത് എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പറഞ്ഞ കേട്ടോ. അപ്പം ശരിക്കും നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ ഡെഡ് എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട്, അതായത് എറണാകുളം ജില്ലയുടെ ബോർഡറിൽ നിന്ന് തുടങ്ങിയിട്ട് ആലപ്പുഴ ജില്ലയുടെ ബോർഡറായ അരൂര് പാലം വരെ നമുക്കുള്ള ദൂരം എന്ന് പറയുന്നത് 45 കിലോമീറ്ററാണ്. അരൂര് പാലത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ഈ ഓച്ചിറ വരെ, അതായത് ആലപ്പുഴ ജില്ലയുടെ ബോർഡർ വരെയുള്ള ദൂരം 97 കിലോമീറ്റർ ആട്ടാ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊല്ലം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം ഏകദേശം 2:50. നമ്മൾ നേരത്തെ പറഞ്ഞൊരു 11:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 11:15 കറക്റ്റ് ഡീസൽ അടിച്ച് പമ്പിൽ നിന്ന് ഇറങ്ങിയത് 11:15. ഇടയ്ക്ക് കുറച്ചു നേരം നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തി ചേർത്തലയിൽ, അത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രം വരുന്നത് കേട്ടോ. ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രം 2-3 വട്ടം ഇവിടെ ഓച്ചിറയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിൽ ഇതുവരെ ഒന്ന് കയറാൻ പറ്റിയില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് കയറണം. പറ്റിയാൽ നമ്മൾ തിരിച്ച് വരണ വഴിക്ക് പറ്റിയാൽ ഒന്ന് സാധിക്കുമെങ്കിൽ ഒന്ന് കയറിയിട്ട് പോവാം. ചേട്ടാ പോവല്ലേ? നമ്മളൊരു സ്ഥലത്തിൻ്റെ പേര് പറയാൻ മറന്നുപോയി, ആരൽവായ്മൊഴി. അതും നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ്. ആരൽവായ്മൊഴി
അവിടെ കുറേ കാറ്റാടി പാടമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ എനിക്ക് തോന്നുന്നൊരു കുന്നിന് മേളിലൊരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ ഒരു വീഡിയോ കണ്ടുവരുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സാധാരണ കന്യാകുമാരിയിൽ വന്ന ആൾക്കാർ പോകാത്ത സ്ഥലങ്ങളൊക്കെയാണ് തോന്നുന്നത്. സമയം 3 മണിയാവാറായി. പോലെ ഓക്കെ. നമ്മളെ ഓച്ചിറയിന്ന് വിട്ടിട്ട്, അതായത് നമ്മളാ ഒരു ആലപ്പുഴയുടെ ബോർഡർ, അത് കൊല്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓച്ചിറയായിട്ടാണ്. നമ്മൾ ഒരു ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് കേട്ടോ. അപ്പോൾ ഓച്ചിറയിന്ന് വിട്ടിട്ട് പിന്നെ ഒരു തിരുവനന്തപുരത്തിൻ്റെ ബോർഡറായിട്ട് മാപ്പിൽ കണ്ടത് കടമ്പാട്ടുകോണം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ആ ഈ ഓച്ചിറ തുടങ്ങി കടമ്പാട്ടുകോണം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 57 കിലോമീറ്റർ ആട്ടോ. 57 കിലോമീറ്റർ. ഇപ്പം 6 മണിയായി. ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ മുന്നേ പാരിപ്പള്ളിക്ക് തൊട്ട് മുൻപ് കുറച്ച് നേരം വണ്ടി ഒതുക്കി ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കിടന്നു എന്നുള്ളത്. 2-2.5 മണിക്കൂർ ഒരു പമ്പിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഒതുക്കിയൊന്ന് കിടന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് 57 കിലോമീറ്റർ. അപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്ത ഒരു ഓരോ ഡിസ്ട്രിക്റ്റുകൾ സ്റ്റാർട്ടിങ് ടു എൻഡ് കിലോമീറ്റർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല ഏകദേശം 97 കിലോമീറ്റർ വേണം അരൂരിൽ നിന്ന് നമ്മുടെ ഈ ഓച്ചിറ എന്ന് പറയുന്ന ആ സ്ഥലം, അതായത് ഓച്ചിറയ്ക്ക് തൊട്ട് കായംകുളം അവസാനം വരെ ഏകദേശം 97 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് പിന്നെ അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് പിന്നെ കൊല്ലം കടന്നു. കൊല്ലത്ത് നിന്ന് ഓച്ചിറ തുടങ്ങി ഈ കടമ്പാട്ടുകോണം വരെ ഏകദേശം 57 കിലോമീറ്റർ ആണ്. ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരം ജില്ല ക്രോസ് ചെയ്യണ കിലോമീറ്റർ എത്രയാണെന്ന് നോക്കിയിട്ട് പറയാം. സൂര്യൻ ഇങ്ങനെ പൊങ്ങി വന്നു അല്ലേ. ബൈപ്പാസ് ഉണ്ടോ? അത് വെച്ചാൽ ലെഫ്റ്റിലേക്ക് ട്രിവാൻഡ്രം ടൗണിലേക്ക് പോകും. സ്ട്രൈറ്റ് കന്യാകുമാരി റൂട്ടാണ്. ബൈപ്പാസ് ഈ റൂട്ടിൽ എവിടെയാണെന്ന് തോന്നുന്നു. പുതിയ ലുലു ഒക്കെ വന്നിട്ടില്ലേ തിരുവനന്തപുരത്തേക്ക്, ഈ റൂട്ടിലാണ്. എങ്ങനെയുണ്ട്? സുന്ദരമായ ഡ്രൈവിംഗ് ആണോ? അടിപൊളി. ഈ സമയം ഇതായതുകൊണ്ടേ വഴി, അതായത് നമ്മുടെ ഹൈവേയുടെ പണി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്കൊരു പകുതി സമയം മതി ഇവിടെ എത്താനായിട്ട്. പണി കുറച്ച് സ്ഥലങ്ങൾ, എനിക്ക് കൊല്ലം കടന്ന് തിരുവനന്തപുരത്തേക്ക് ഈ കുറച്ച് ഏരിയയിൽ പണി കഴിഞ്ഞ് നമ്മൾ ആ പുതിയ ഹൈവേ കൂടെ കിട്ടിലും വഴി. ആ പണി ഫുള്ള് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണും പൂട്ടി വണ്ടി ഓടിച്ച് വരാം. പണി കഴിയണം. എനിക്ക് ഒരു 3 വർഷമെങ്കിലും എടുക്കും തോന്നുന്നു ഫുൾ പണി കഴിയാനായിട്ട്. നമ്മൾ ഈ ഒരു റൂട്ട് അധികം ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ദിപുവിൻ്റെ വീഡിയോസിൽ നോക്കി അറിയാൻ പറ്റും. ദിപുവിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് വടക്ക് ഭാഗത്തേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. അപ്പം നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ റൂട്ട് പിടിച്ചതാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട് ഈ ഒരു 70% കേരളത്തിൽ കൂടെ തന്നെയുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് പിടിക്കാതെ അല്ലേ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോവാ, തമിഴ്നാട് പോവാന്നുണ്ടെങ്കിൽ പാലക്കാട് ശരിക്കും മറ്റേ കുതിരാനൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒരു തമിഴ്നാടിന്റെ ചായയായി. പെട്ടെന്നായിട്ട് നമ്മൾ വേറൊരു സംസ്ഥാനത്തേക്ക് കിടക്കുമ്പോൾ വേറൊരു ആംബിയൻസിലേക്ക് എത്തുകയാണ്. കേരളം തന്നെ പിടിക്കുമ്പോഴാണ് ആ ഒരു വിരസത വന്നത്. നല്ല രസമല്ലേ വഴിങ്ങനെ കിടക്കുന്നുണ്ടോ. നമ്മള് അങ്ങനെ ഇപ്പൊ കേരളത്തിന്റെ ബോർഡർ കടന്നു കേട്ടോ. കേരളത്തിന്റെ ബോർഡർ കടക്കാന്ന് വെച്ചാൽ കളിക്കാവിലാണ്. കളിക്കാവിലെത്തി. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ചെക്ക് പോസ്റ്റിന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ തമിഴ്നാടാണ്. നമ്മള് ആ ഒരു തിരുവനന്തപുരം ഡിസ്ട്രിക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് നമ്മൾ കിലോമീറ്റർ ഇട്ടുണ്ടായിരുന്നു. കളിക്കാവിള വരെ എത്തിയപ്പോൾ ഏകദേശം 77 കിലോമീറ്റർ ആണ് കേട്ടോ. കറക്റ്റ് 77 കിലോമീറ്റർ ആണ്.
നമ്മൾ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബൈപ്പാസ് നേരെ വരികയാണ് ചെയ്യണത്. ബൈപ്പാസ് നേരെ വന്നിട്ട് ലുലു ഒക്കെ ഉള്ള ഒരു റോഡില്ലേ, ആ വഴി നേരെ വന്നിട്ട് ആ റോഡ് അവസാനിച്ചിട്ട് പിന്നെ തിരിച്ച് ഇങ്ങനെ മുകളിൽ കൂടെ കയറി അവിടെ നിന്ന് അങ്ങോട്ട് പണി നടക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആ റോഡ് അവസാനിച്ച് തിരിച്ച് മുകളിൽ കൂടെ കയറി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഈ കളിക്കാവളി ജംഗ്ഷനിലേക്ക് എത്തിയേക്കണ്ട. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മാർത്താണ്ഡാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. അത് ചിതറാൾ ജൈന ടെമ്പിൾ വരുന്ന മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം മാപ്പിലൊരു 10 കിലോമീറ്റർ കാണിക്കണേ. ഒരു 20 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ മാർത്താണ്ഡത്തെത്തും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബൈപ്പാസ് റോഡിൽ നെയ്യാറ്റിൻകര എത്തിക്കഴിഞ്ഞപ്പോൾ ശരവണ ഭവനിൽ കയറിയിട്ട് ഇഡ്ഡലിയും വടയും ചായയും കഴിച്ചുട്ടോ. 3 ഇഡ്ഡലി, വട, ചായ. എല്ലാത്തിനും 20 രൂപ വെച്ച്. 3 രൂപ വെച്ചപ്പോൾ ഏകദേശം 3 ഇഡ്ഡലി, ഒരു വട, ഒരു ചായ 100 വെച്ച് 300 രൂപയായിട്ടുണ്ട്. നല്ല വലിയ ഇഡ്ഡലി, വയറ് നിറഞ്ഞു ശരിക്കും കഴിച്ചോളൂടി. ഇനിയിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ചിതറാളിലെത്തും. 8:30 എങ്ങാണ്ടാണ് അമ്പലം തുറക്കുകയെന്ന് പറഞ്ഞിട്ട്. അമ്പലം എന്ന് വെച്ചാൽ പഴയ ജൈനക്ഷേത്രമാണത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേട്ടാ. ഓക്കെ ശരി. അപ്പം നമ്മൾ ചിതറാൾ ജൈനക്ഷേത്രം കണ്ടിറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു ജൈനക്ഷേത്രത്തിൻ്റെ വീഡിയോ നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി അടുത്ത് പോകുന്നത് ഇതിന് തൊട്ടടുത്ത് അധികം ദൂരമല്ല, ഒരു 10-12 കിലോമീറ്റർ ദൂരെ ആയിട്ട് പെരുമാൾക്കുളം ഉണ്ട്. പെരുമാൾക്കുളം തക്കലയിൽ. അവിടെ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഒരു താക്കോലെടുക്കാതെ അരുണോദയത്തിൽ എന്നൊക്കെ പറയണ ഇന്നസെൻ്റ് ഒരു പദ്യം ചൊല്ലില്ലേ, അതൊക്കെ ചിത്രീകരിച്ച അവിടെയാണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് പെരുമാൾക്കുളത്തിൻ്റെ കാഴ്ച കാണാം.